അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റി തുണിയിൽ ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മോൾ സൈസിലാണ് കേട്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് നന്നില്ലാത്ത വശത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഞാൻ അവളുടെ ഒരു നല്ല അളവെടുത്തിട്ട് ആം ഹോളും ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആം ഹോളും ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഒരു 1/4 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ 2 വരകളും ഇതുപോലെ എൽ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴീൻ്റെത് വരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ 2 ഇഞ്ചാണ് കേട്ടോ അധികം ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി ഈ കോർണറിൽ നിന്നും 2 ഇഞ്ച് മാറിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കർവ് രൂപത്തിലൊന്ന് വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഒരു 3.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നേ കൈക്കുഴീൻ്റെ പുറത്തുകൂടി ഒരു വര വരച്ചു കൊടുക്കുക. അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നമുക്കിതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ജോയിൻ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു വെട്ടിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് കഴുത്തൊക്കെ വരയാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതെടുക്കുക. നമ്മൾ ഓൾറെഡി വരച്ച് വെച്ച അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ച് അധികമായിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടിയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെസ്റ്റ് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള പീസാണിത്. അപ്പോൾ നമുക്ക് ഒരുപാട് തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മുകളിലത്തെ അളവിൽ നിന്ന് 3.5 ഇഞ്ച് താഴെ കുറച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ചെസ്റ്റ് പോർഷൻ കട്ട് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് തുണിയില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് മുണ്ടിലാണ്, ഞാൻ അടിയിലൊരു വെള്ള മുണ്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ആ മുണ്ടിലൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് 3.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ സ്ലീവ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അവിടെ ഞാൻ ഓൾറെഡി ചെസ്റ്റ് പോർഷൻ കട്ട് ചെയ്ത് പോയത് കൊണ്ട് അവിടെ തുണിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വെള്ള തുണിയിൽ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നും 3.5 ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഞാൻ മാറിയിട്ടൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഫ് ചെയ്തെടുക്കാനാണ് കേട്ടോ. ചെറിയ കുഞ്ഞ് പഫ്, അവിടെ ചെറിയൊരു ഞൊറി ഇട്ടിട്ട് നമുക്ക് സ്ലീവ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കർവ് രൂപത്തിലൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും നിങ്ങളുടെ അളവിനേക്കാളും ഒരു 2 ഇഞ്ച് 2 സൈഡിലും കൂട്ടിയിട്ടോളൂ. നമ്മൾ അടിയിൽ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഞെറി പോലെ നിന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനേക്കാളും 2 ഇഞ്ച് അധികം മാറ്റിയെടുത്തോളൂ. ഇത് ഞാൻ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൈയിൻ്റെ അടിഭാഗത്ത് 2 ഇഞ്ച് അധികം, 2 സൈഡിലോട്ടായിട്ട് 2 ഇഞ്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പഫിന് വേണ്ടിയിട്ട്. അവിടെ ഒന്ന് ഒരു വെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് പൊസിഷനിലുള്ള തുണിയിൽ നിന്നാണ് അടുത്ത സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നൈറ്റി തുണി എന്ന് പറയുമ്പോൾ 2 മീറ്ററും 90 സെൻറ്റിമീറ്ററും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് തുണിയൊന്നും വെട്ടിക്കളയാനുണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നാണ്, ഒരു കോർണറിൽ നിന്നാണ് അടുത്ത സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്ലീവ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി വരുന്ന പീസിൽ നിന്നാണ്, ആ പോർഷനിൽ നിന്നാണ് നമ്മൾ കഴുത്തിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന തുണി ഒന്ന് നമ്മൾ ഷേപ്പിൽ വെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ബാക്കി വരുന്ന പീസിലാണ് നമുക്ക് കഴുത്തിലേക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി വരുന്ന പീസ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചതുരം വരയ്ക്കുമ്പോൾ ഒരു വികർണമൊക്കെ വരയ്ക്കൂലേ, ഡയഗണൽ വരയ്ക്കൂലേ, ആ രീതിക്കാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുണി ഇതുപോലെ എലാസ്റ്റിക് പോലെ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിയുമ്പോൾ, അതായത് അതിന് വികർണ രൂപത്തിൽ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ,
അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വലിഞ്ഞ് കിട്ടും. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കഴുത്ത് മടക്കിയിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ബാക്ക് പീസിനും നമുക്ക് ഒന്ന് ഫ്രണ്ട് പീസിനും കേട്ടോ. ഇനി കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ മുകളിലൊരു 16 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് അളവ് എടുക്കുന്നത്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ മുകളിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ, അത് നമുക്ക് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം ഞാൻ 14 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ലാർജ് സൈസുകാർക്ക് അതൊരു 18ഉം 15ഉം ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ നമ്മൾ വി ഷേപ്പാണ് കേട്ടോ കഴുത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് കഴുത്ത് ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് 16 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് താഴോട്ടേക്ക് നമ്മൾ 7 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. ബാക്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് ഇറക്കുന്നില്ല. ഒരു റെഡിമെയ്ഡ് ടച്ച് പോലെ തന്നെ ബാക്ക് അധികം ഇറക്കാതെ റൗണ്ടിലാണ് ചെയ്യുന്നത് കഴുത്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററും ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ കർവിൽ വട്ടം പോലെ വരച്ചു കൊടുക്കുക കഴുത്തിൻ്റെ അടിഭാഗം. എന്നിട്ട് എന്താ വെച്ചാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ സൈഡിൽ ഇതുപോലെ മാർക്ക് പതിഞ്ഞു കിട്ടും. അപ്പോൾ അതിലൂടെ ഒന്നും വരച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവായിരിക്കും നമ്മൾ കഴുത്തിനുണ്ടാവുക, ഒരേപോലെ തന്നെ വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വി ഷേപ്പിൽ ഉള്ള കഴുത്തിൻ്റെ പുറത്തുകൂടെ വരച്ച ആ മാർക്കിൻ്റെ പുറത്തുകൂടെ കുറച്ചൊന്ന് മാർക്ക് ചെയ്ത പുറത്തുകൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ കഴുത്തിന് വെച്ചടിക്കാനായിട്ട് വെച്ച പീസ് അത് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വീയുടെ കറക്റ്റ് നടുഭാഗം എത്തുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് വളച്ചെടുക്കാനായിട്ട് അതൊന്ന് കുറച്ചൊന്ന് ഒടിച്ച് വെച്ചിട്ട് വേണം മുകളിലോട്ടേക്ക് സ്റ്റിച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാവും. ആദ്യം ചിലപ്പോൾ ഒന്ന് റെഡി ആയിക്കൊള്ളണമെന്നില്ല, ഒന്ന് ശ്രമിച്ചാലേ നമുക്ക് പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ച് വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ത്രെഡിന് അടുത്തോട്ടായിട്ട് തന്നെ വെട്ടിട്ട് കൊടുക്കണം. എന്നാലും ഇത് കറക്റ്റായിട്ട് മടങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ചുളിവ് പോലെ ഉണ്ടാവും കഴുത്ത് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യല്ല, ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഏത് രീതിക്ക് പറയണമെന്നുള്ള എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് കഴുത്ത് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിൻ്റെ കഴുത്ത് പീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടത് ഫ്രണ്ട് കഴുത്ത് പോലെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കല്ല, അത് അവിടെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജോയിൻറ്റ് ചെയ്യണം. അതിൻ്റെ മുന്നേ നമ്മൾ എങ്ങനെ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉള്ളോട്ടാക്കി വെച്ചിട്ട് ആ നമ്മൾ കഴുത്തിന് വെച്ച പീസ് ഉണ്ടല്ലോ അത് പുറത്തോട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഷോൾഡറിൻ്റെ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പുറത്തോട്ടാക്കി വെച്ച ബാക്ക് പീസ് ഉണ്ടല്ലോ, ബാക്ക് പീസിന് വേണ്ടി എടുത്ത കഷ്ണം ഉണ്ടല്ലോ ഇതുപോലെ അതൊന്ന് ഉള്ളോട്ടാക്കി വെച്ചിട്ട് ഇനി രണ്ടാമതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരിക. നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഉള്ളിൽ ഇതുപോലെയും പുറത്ത് ഇതുപോലെയും വരും കേട്ടോ. അപ്പോൾ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലത്തെ നെക്കിന് പതിച്ചടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗമാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട്, അതായത് നമുക്കിതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ഒന്ന് വലുതാക്കിയിട്ടിട്ട് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പഫിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നും അടുത്ത 3 ഇഞ്ചിലേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിടുക. എന്നിട്ട് ഇതുപോലെ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതിനാണ് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇടുന്നത്, അപ്പോഴാണ് ത്രെഡ് പെട്ടെന്ന് വലിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു പഫ്, അധികം വലിയ പഫല്ല, ചെറിയ പഫാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ചെറിയ പഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ കൈയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കൈ മാത്രമായിട്ടൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് 2-3 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് കൈ തീരെ അറിയില്ല എങ്കിൽ, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അറിയില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിഭാഗത്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക് നമ്മൾ ഉള്ളിൽ കൂടെ ഒരു പിന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇതാക്കുന്നത്. എന്നിട്ട് ആ പിന്ന് മാറ്റിയിട്ട് ഒരു ഭാഗം ഒന്ന് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റേ ഭാഗം നമ്മളുടെ കൈക്ക് വെച്ച് നോക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് വെച്ചിട്ട് അളവ് നോക്കിയിട്ട്
ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞു സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഏകദേശ അളവിലാണ് ഇതൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഏകദേശ അളവിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചെസ്റ്റ് പോർഷനിൽ നിന്നുള്ള ഞൊറി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഒരു അടിച്ചു പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ 2 ഇഞ്ച് അധികം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം അത് അടിച്ച് ഉള്ളിലോട്ട് പോകുന്ന ഭാഗം അത് കാണത്തില്ലല്ലോ പുറത്തേക്ക്. അപ്പോൾ അതൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് ആയിട്ട് 2 ഇഞ്ചിൻ്റെ ശേഷമാണ് ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ഞാൻ 2 ഭാഗവും 2 തറ്റവും അറ്റത്തും ഒന്ന് കർവ് പോലെ വരച്ചിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ അടിക്കുമ്പോൾ 2 സൈഡ് തൂങ്ങി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും നമ്മൾ അറ്റത്തേക്ക് ഒരു കർവ് പോലെ വരച്ചിട്ട് അത് വെട്ടിയിട്ട് വേണം നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഓൾറെഡി വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് വലിയ പണിയൊന്നുമില്ല, കാരണം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തമ്പത്ത് കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വരഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അടിഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്.